2 മിനിറ്റ് കൊണ്ട് കീമിൽ 4 മാർക്ക് കൂട്ടാൻ പറ്റുമെന്ന് നോക്കിയാൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് ഒക്കെ എടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കീമിൽ അത്യാവശ്യം നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ആകെ 2 ടൈപ്പ് ക്വസ്റ്റൻസ് ചോദിക്കാൻ പോകുന്നുള്ളൂ. 2 ടൈപ്പ് ക്വസ്റ്റൻസും കൈൻഡ് ഓഫ് ഭയങ്കര ഈസിയാണ്. ഓക്കെ, അപ്പൊ 2 നമ്മളിന്ന് സംസാരിക്കുന്നതായിരിക്കും. ആദ്യത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റൽ ക്ലാരിറ്റി ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റൻസ്, അതായത് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയോ എന്നുള്ളതാണ്. ഞാൻ അത്തരത്തിലുള്ള ക്വസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു 4 സാധനം കിട്ടിയാൽ നിങ്ങൾക്ക് ഇതിലത്തെ ക്വസ്റ്റൻസ് കിട്ടുമെന്ന് ഉറപ്പാണ്. ക്വസ്റ്റ്യൻ ഇനി എങ്ങനെ വരിക എന്ന് ചോദിച്ചാൽ ഒരു 4 ഓപ്ഷൻസ് തരും. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അല്ലാതെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്ന് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഉണ്ടാവും. അപ്പൊ ഈ ഒരു 4 സാധനം അറിഞ്ഞാൽ തന്നെ ആ പരിപാടി നടക്കുമെന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ്? ഇറ്റ് ഡസൻറ്റ് ചേഞ്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ ഈ സാധനം എല്ലാ സംഭവങ്ങളോട് മാറ്റും എന്നല്ല അർത്ഥം. ഡസൻറ്റ് ചേഞ്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പൊ പിന്നെ ഇത് എന്താ ചെയ്യുക? ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് ലോവേഴ്സ് ആക്ടിവേഷൻ എനർജി. അതായത് നമ്മൾ ഒരു ഗ്രാഫ് ഒക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ശരിക്കും എങ്ങനെയാണ് ഒരു റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫ് അത് ഫോളോ ചെയ്യും. അപ്പൊ ആദ്യം അതിന് കുറച്ച് എനർജി കിട്ടിയാലാണ് ഈ പരിപാടി ഇനീഷ്യേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ആ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള എനർജിയാണ് നമ്മൾ എന്താ പറയുക, ആക്ടിവേഷൻ എനർജി എന്ന് പറയുക. ആ എനർജി ഇതങ്ങോട്ട് കുറയ്ക്കും. അപ്പൊ എന്താണ്, കുറച്ച് എനർജി ഉണ്ടെങ്കിൽ തന്നെ ഈ പരിപാടി നടക്കും. ഓക്കെ, അപ്പൊ അതാണ് ഈ കാറ്റലിസ്റ്റ് സത്യത്തിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്ന കാര്യം, ഇറ്റ് ഫോംസ് ഇന്റർമീഡിയറ്റ്സ് വിത്ത് റിയാക്ഷൻസ്. അതായത് ചില സമയത്ത് ഈ അഡക്ട്സ് ഒക്കെ ഉണ്ടാക്കും, ബട്ട് ഇറ്റ് ഡസൻറ്റ് കൺസ്യൂംഡ് ഇൻ ദി റിയാക്ഷൻ. അതായത് ഞാൻ എത്ര കാറ്റലിസ്റ്റ് എമൗണ്ട് എടുത്തു അത്ര കാറ്റലിസ്റ്റിന്റെ പരിപാടി കഴിഞ്ഞാലും അവിടെ തന്നെ ഉണ്ടാവും, അത് പ്രൊഡക്ഷൻ്റെ ഒപ്പം പോകുന്നില്ല. ഓക്കെ, ഈ 4 സാധനം അറിഞ്ഞാൽ അതിന്റെ കോൺസെപ്റ്റ് നിങ്ങളുടെ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി വരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കഴിഞ്ഞ വർഷത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ കാണാനായിട്ട് പറ്റും. മെയിൻ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മിക്കവാറും ഇത് തന്നെയാണ് ക്വസ്റ്റൻസ് വരുള്ളൂ. ആദ്യം ഹേബേഴ്സ് പ്രോസസ്. ഹേബർ പ്രോസസ് അത് മിക്കവാറും എല്ലാവർക്കും അറിയുന്ന ഭയങ്കര പരിചിതമായിട്ടുള്ള സാധനം. ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്ന ആളുകളാണ്. ഒന്നുമില്ല, നൈട്രജനും ഹൈഡ്രജനും കൂടി മിക്സ് ചെയ്തിട്ട് അമോണിയ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അയൺ ആണ്, Fe അല്ലെങ്കിൽ അയൺ. പക്ഷെ അവിടെ വേറെ സാധനം കൂടി ഉണ്ട്. ഈ കാറ്റലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനം ഉണ്ട്, പ്രൊമോട്ടർ. അതുകൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കണം. ചിലപ്പോൾ ട്രിക്കി ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മളൊരു പ്രൊമോട്ടറും കൂടി ഉണ്ട്. ആ പ്രൊമോട്ടറാണ് മൊളിബ്ഡനം, MO അല്ലെങ്കിൽ മൊളിബ്ഡനം. ഓക്കെ, ഹേബർ പ്രോസസ്സിന്റെ കേസിൽ അതേപോലെ വെജിറ്റബിൾ ഓയിലും ഹൈഡ്രജനും കൂട്ടിയിട്ട്, അതായത് ഈ അൺസാച്ചുറേറ്റഡ് സാധനത്തിന് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഗീ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. വെജിറ്റബിൾ ഗീ പറഞ്ഞാൽ എന്താ, ഈ വനസ്പതി ഇപ്പോൾ ഡാൽഡ അങ്ങനത്തെ പരിപാടികൾ ഉണ്ടല്ലോ, അതാണ്. അതിനുപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? അതിനുപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് നിക്കൽ. ഓക്കെ, 3 സാധനങ്ങൾ കൂടി പെട്ടെന്ന് നോക്കി നോക്കാം. ഒന്നുമില്ല, നമ്മൾ നേരത്തെ ഹേബർ പ്രോസസ് നോക്കില്ല. അതുപോലെ തന്നെ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺടാക്ട് പ്രോസസ്സും ഉണ്ട്, HNO3 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓസ്വാൾഡ് പ്രോസസ്സും ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഇത് അറിയുന്ന വിചാരിക്കുന്നു. അഥവാ നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ റിവിഷന് വേണ്ടിയിട്ടാണ് ഇത് മൊത്തം എഴുതി വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കാം. പക്ഷെ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കാറ്റലിസ്റ്റുകളാണ്. കോൺടാക്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡ്, V2O5. ഓക്കെ, അതുപോലെ തന്നെ ഓസ്വാൾഡ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ അത് പ്ലാറ്റിനം ആണ്. ഇനി നമ്മൾ വേറൊരു സംഭവം വരുന്നത് ഇപ്പോൾ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റുകളിൽ നിന്ന് വേറൊരു ടൈപ്പ് ക്വസ്റ്റൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു റിയേജന്റ് വരുമ്പോൾ ഒരു പ്രൊഡക്റ്റ് വരും, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ വട്ടം ചോദിച്ചിരുന്ന ചോദ്യമാണ് റോഡിയം മെത്തിൽ ഉള്ള അല്ലെങ്കിൽ റോഡിയം എലമെന്റ് ഉള്ള ഒരു കാറ്റലിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിന്റെ ഉത്തരമാണ് നമ്മുടെ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. ആൽക്കീനിനെ ആൽക്കീനായിട്ട് മാറ്റുന്ന കാറ്റലിസ്റ്റ് ആണിത്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു റോഡിയം ഉണ്ടാവും, PPH3 3 എണ്ണം, ഒരു ക്ലോറിൻ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ.